അപ്പം ഞാൻ ദേ എല്ലാ സാധനങ്ങളും വേണ്ടതൊക്കെ എടുത്ത് വെക്കാനാണ്. എനിക്ക് വേണ്ട സെറ്റും ഉണ്ട്. ഹേയ് ഡാർലിങ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പം ഞങ്ങൾ പൊങ്കാലക്ക് പോകേണ്ട ഒരുക്കത്തിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ വന്ന് നമുക്ക് 7:30 ട്രെയിൻ. അപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇതേ പോകുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ദേ ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലക്ക് പോണത്. അപ്പം നമുക്ക് പൊങ്കാല വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞങ്ങൾ 7:40 ട്രെയിനിനാണ് പോണത്. തിരുനെൽവേലി എക്സ്പ്രസ് എറണാകുളത്ത് നിന്നാണ്. അപ്പം ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും കൂടിയാണ് പോണത്. ബാക്കി കുറേ പേര് അവിടെ ഉണ്ട്. അമ്മയൊക്കെ രാവിലെ പോയി, അവരെല്ലാം അവിടെ ഉണ്ട്. ഇപ്പം ഞാനും എൻ്റെ കസിനും കൂടിയാണ് പോണത്. അപ്പം നമുക്ക് വേഗം പോകാം. നമുക്ക് പോവാം. സമയം ദേ 7:30 ആയിട്ടുണ്ട്. നമുക്ക് 7:45 ട്രെയിൻ. ലേറ്റ് ആകുമെന്നാണ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടൻചേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകുന്നത്. കുട്ടൻചേട്ടൻ നമ്മൾ മിക്കപ്പോഴും കൊണ്ടുപോകുന്ന ചേട്ടനാണ്. എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കുട്ടൻചേട്ടൻ്റെ ഓട്ടാണ് വിളിക്കണത്. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. ഞാൻ റെഡിയായി കഴിഞ്ഞ് ഞാനിപ്പോൾ അതേ റെഡിയായിട്ട് നിൽക്കണേണ്. എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബാഗ്, സൈഡ് ബാഗ്, ബിഗ് ഷോപ്പറിൽ പൊങ്കാലക്ക് വേണ്ട സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കത്തിക്കാനുള്ളത്. അവർ അവർക്ക് വേണം വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഭയങ്കര ചൂടട്ടാ. മഴ പെയ്തിട്ടും ഈ ചൂടിനൊരു കുറവില്ല. നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് ഒരു നേരം കാത്തിരിക്കാം. അതേ കുട്ടൻചേട്ടൻ്റെ ഓട്ടോ വന്ന്. അപ്പൊ ചേച്ചി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇതേ ഓട്ടോയിൽ കയറിയത്. ഞാനും ചേച്ചിയും കുട്ടൻചേട്ടനും ആയിട്ടാണ് പോണത്. അപ്പൊ ചേട്ടൻ നമ്മള് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം റോഡിൽ ചെറിയ രീതിയിൽ തിരക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തി. പക്ഷേ ട്രെയിൻ നല്ല രീതിയിൽ ലേറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ച് പോസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ ട്രെയിൻ വന്നപ്പോ പൊങ്കാല ആയതുകൊണ്ട് എല്ലാവരും തിരക്കായിരുന്നു. നമ്മൾ AC-യിലാണ് എടുത്തത്. അവിടെയും നല്ല തിരക്കായിരുന്നു. എന്നാലും അത്യാവശ്യം തിരക്കായിരുന്നു. നമ്മുടെ സീറ്റ് നമുക്ക് തന്നെ ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ സീറ്റ് മുകളിലായിരുന്നു. എനിക്കാണെങ്കിൽ മുകളിൽ കയറാൻ കുറച്ച് പേടിയാണ്. കാരണം ട്രെയിൻ കുലുങ്ങുമ്പോൾ എനിക്ക് ചെറിയൊരു ഭൂമിയിലോട്ട് വീഴോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ് ഗൈസ്. എനിക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോട്ടാ. പിന്നെ എണീക്കണത് തിരുവനന്തപുരം എത്തിയപ്പോഴാണ്. പിന്നെ എഴുന്നേറ്റ് ഒന്ന് വെറുതെ കുറച്ചു നേരം നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ ട്രിവാൻഡ്രം ഫുൾ ലൈറ്റിങ്ങിലായിരുന്നു. എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഈ പൊങ്കാല കാണാൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നെ നമ്മൾ മിറർ കണ്ട വീഡിയോ എടുക്കുമല്ലേ, അങ്ങനെ നമ്മൾ എത്താറായി. നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് എത്താറായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബാഗ് എടുത്ത് ഇറങ്ങി. ആ ട്രെയിൻ കാലിയായിരുന്നു, ആരും ഉണ്ടായി. എല്ലാവരും ട്രിവാൻഡ്രത്ത് ഇറങ്ങേണ്ട ആൾക്കാരായിരുന്നു പൊങ്കാലക്ക് വരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഈ ഒരു രാവിലെ നമ്മൾ എത്തിയത് 11 മണിയായി. അത് നമുക്ക് ഭയങ്കര ക്ഷീണമൊന്നും ഉണ്ടായില്ല. എന്നാലും ഇത് ഉറക്കം പോയൊരു ക്ഷീണം. അറിയില്ല ഗൈസ്, പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളെ വഴി തപ്പി നടക്കുകയാണ് പുറത്തോട്ടുള്ള വഴി. ഇപ്പൊ സമയം ഒരു 12:08 നമ്മളിപ്പോ എല്ലാരും പോണ പോലെ അവരുടെ കൂടെ ഇങ്ങനെ പോണായിരുന്നു. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ പൊങ്കാലക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ചൂട്ട് അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരാന്തയിലൂടെ ഇങ്ങനെ അലയുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പായിരുന്നു കയറാൻ. സ്റ്റെപ്പ് കയറി നമ്മൾ മല കയറുന്ന പോലെ കയറി. പിന്നെ ഒരു ഓട്ടോ കയറിയപ്പോ ഫുൾ നമ്മളെ രൂപക്കൂടിലിരുത്തിയ പോലെ ആയിരുന്നു. പിന്നെ DJ ഓട്ടോ വരുന്നത് നല്ല വൈബായിരുന്നു. അത് മാത്രല്ല ഓട്ടോയിലാണെങ്കിൽ പാട്ടും സെറ്റും പിന്നെ പൊങ്കാല വിശേഷങ്ങളായിരുന്നു. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉറങ്ങി. ഞാൻ ഉറങ്ങി എണീറ്റപ്പോ പൊങ്കാലക്കല്ലൊക്കെ ഫുള്ള് അവിടെ. നമ്മള് ഒരു വീടായി എടുത്തേച്ച് ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പൊങ്കാല ഇടായിരുന്നു. അപ്പൊ റോഡ് മൊത്തം ഇങ്ങനെ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യം രാവിലെ എഴുന്നേക്കണത്. അങ്ങനെ ഈ വീടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ ഉറക്കത്തിൽ പല്ല് പോലും തേച്ചിട്ടുണ്ടായില്ല.
അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രഷ് ആയി വന്ന് അപ്പൊ ചേച്ചിമാരോട് എല്ലാരും കൂടി ഈ പൊങ്കാലക്ക് വേണ്ട സാധനങ്ങളല്ലേ നമ്മള് തെരളിയപ്പൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ എല്ലാവരും ഒരേ പണിത്തിരക്കിലായിരുന്നു. പിന്നെ സെറ്റ് മുണ്ടാണ് ഉടുക്കേണ്ടത്. അപ്പൊ ഞാൻ സെറ്റ് മുണ്ട് ഉടുത്തിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. എന്റെ ഉടുപ്പിച്ച് വന്നത് സഞ്ജു ചേച്ചിയാണ്. ഉടുത്ത് സെറ്റായി ഞാൻ. അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ ഇട്ടൊരു മലയാളി മങ്കിയായിട്ട് ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞത് നമ്മള് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് കലവും എല്ലാം കൊണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കിങ്ങനെ വീശാനൊക്കെ തന്നിട്ടാ സാധനം. അപ്പൊ അതൊക്കെ വീശി ഇങ്ങനെ നിൽക്കണിരുന്നു. അപ്പൊ 10:20 10:15 ആയിരുന്നു നമുക്ക് പൊങ്കാല തുടങ്ങണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തുടങ്ങണില്ല എന്നുള്ളത് മറിച്ച് നിൽക്കണായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവര് കമ്മിറ്റിക്കാര് കൊണ്ടുവന്ന് കുറെ സാധനങ്ങളൊക്കെ തന്നിട്ടാ. പിന്നെ നമ്മളുടെ ഫോട്ടോഷൂട്ടായിരുന്നു. അതിന്റെ ഇടക്ക് ഒട്ടും വയ്യായിരുന്നു, വെയില് തലയിൽ ഉദിച്ചിട്ട്. പിന്നെ ഇതാണ് എന്റെ പൊങ്കാല. ഞാൻ നല്ല നോമ്പൊക്കെ എടുത്ത് ഞാൻ ആദ്യമായിട്ട് എടുക്കണോണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. നോമ്പ് എടുത്ത് ഞാൻ 7 ദിവസം നോമ്പ് എടുത്തിട്ടാണ് ഞാൻ പൊങ്കാല ഇട്ടത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ പൊങ്കാല ഇട്ടത്. അത് അടിപൊളിയായിട്ട് വരികയും ചെയ്ത്. അത് എന്റെ പൊങ്കാലയാണ് തിളക്കണത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഒരു ചൂടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല സുഖമായിരുന്നു. അത് കഴിഞ്ഞത് നല്ല ചൂടായി. അതിനൊക്കെ നമുക്ക് വലിയ മോര്, തണ്ണിമത്തൻ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 12 ആ ഒരു ടൈമൊക്കെ ആയപ്പോ എല്ലാവരുടെയും പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. ആ സമയത്ത് ഈ അമ്മ നമുക്ക് എല്ലാവർക്കും മാംഗോ ഫ്രൂട്ട് കൊണ്ടുവന്ന് തരണ്ടായിരുന്നു. വെറുതെ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൊണ്ടുവന്ന് മേടിച്ച്. നല്ല ആ ചൂടത്ത് നമുക്ക് ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. എല്ലാവർക്കും കൊടുക്കണുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ക്ഷീണിതയായി ഒന്ന് ഉറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നമ്മളുടെ മനസ്സിൽ ഉദിച്ചത് മന്തി കഴിക്കാനായിരുന്നു. പിന്നെ എല്ലാവരും മന്തി കഴിക്കേണ്ട മൂഡിലായിരുന്നു. മന്തി വാങ്ങാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ മന്തി വാങ്ങിച്ചു. നമ്മള് സംസമിന്നാണ് വാങ്ങിച്ചത്. വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മൾ റീൽ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുത്തോട്ടം കാണാൻ വേണ്ടി പോകണം. ഞാൻ ഇതും ആദ്യമായിട്ടാണ് കാണാൻ പോണത്. എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി രാത്രി കുത്തോട്ടം കാണാൻ വേണ്ടി മണ്ണാർക്കാട് അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മളൊരു ഓട്ടോയിൽ എല്ലാവരും കൂടി മടിയിലിരുന്ന് റൈഡായിട്ടാണ് പോയത്. നമ്മളൊരു എല്ലാവരും കൂടി ഓട്ടോയിൽ ഇരുന്നിട്ട് മടിയിലേക്ക് ഇരുന്ന് എല്ലാവരും. അങ്ങനെ ഓട്ടോച്ചാട്ട് നമ്മൾ ഇത്രയും പേര് സുഖമായിട്ട് ഈ പുഷ്പം പോലെ നമ്മളവിടെ സ്ഥലത്തെത്തി. മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിച്ചത്. അപ്പൊ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇത് പുലർച്ചെ വരെ ഉണ്ടാകും. അപ്പൊ നമ്മളുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കൊച്ചിനെയൊക്കെ കളിപ്പിച്ചങ്ങനെ നിൽക്കണായിരുന്നു. അത് കഴിഞ്ഞത് ഇതാണ് സംഭവം. അതായത് കുട്ടികളുടെ വയറ്റിൽ എന്തോ കുളത്ത് പോലെ സംഭവം ഇങ്ങനെ തൂക്കി അവരെ അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞ് കാണിച്ച് ഇങ്ങനെ നടത്തിക്കുന്ന സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ കുറെ കോലങ്ങളും അതായത് വേഷങ്ങളും കുറെ പരിപാടീസും അതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയ ടൈമിൽ കണ്ട ഇതൊക്കെയാണ്. ശിവന്റെയും പാർവതിയുടെയും വേഷങ്ങൾ കെട്ടിയ കുറെ ആൾക്കാരും പിന്നെ അവരുടെ കൂടെ വരാം. അതായത് ഈ കുട്ടികളുടെ പാരന്റ്സ് നടത്തുന്ന പ്രോഗ്രാമാണത്. അപ്പൊ അവരുടെ കെയർ ഓഫിൽ നടത്തുന്ന പ്രോഗ്രാമാണത്. അപ്പൊ ചെണ്ടകൊട്ടും അങ്ങനെ കുറെ നിറച്ച ആൾക്കാരായിരുന്നു. നിറച്ചൊക്കെ പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് ഉണ്ടായിരുന്നു. അത്രക്ക് തിരക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഇതായിരുന്നു നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടായിരുന്നു. നാസിക് ഡോളും അങ്ങനെ കുറെ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രസമായിരുന്നു. നല്ലൊരു വൈബ്രന്റിൽ ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ കുത്തോട്ടം. ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചു തന്നത്. പക്ഷെ ഇതാ സംഭവം പറഞ്ഞപ്പോൾ സത്യം പിള്ളേരും ഒരു ഉറക്കം ഇല്ലാത്തൊരു സുഖമായിട്ടാണ് അവർ നിന്നത് അവിടെ. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചെറിയ പിള്ളേരുടെ വയറ്റിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറെ രൂപങ്ങളും അടിപൊളിയായിരുന്നു പൊങ്കാല വിശേഷങ്ങൾ എന്ന് പറയാൻ.
കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കം വന്നു. പിന്നെ നമുക്ക് പോകാമെന്നുള്ള ചർച്ചയായി. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് പതുക്കെ, ഇപ്പൊ ഓട്ടോ ഒന്നും ഉണ്ടായില്ല നമ്മൾ പോകുന്ന ടൈമില്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 2 കിലോമീറ്ററൊക്കെ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ റോഡിലേക്ക് കുറെ പ്രോഗ്രാം എന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതിലും ജസ്റ്റ് നോക്കി പോയി. അവിടെ ഗാനമേള പോലെ. പിന്നെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ഉറക്കമായിരുന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ നമ്മൾ പാക്കിംഗ് ആയിരുന്നു. ആ പാക്കിംഗ് ടൈമിൽ കുറെ വിശേഷങ്ങളും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമുക്ക് വീട്ടിൽ പോകണം എന്നുള്ള സീനായിരുന്നു. അപ്പൊ നമ്മൾ ട്രെയിൻ വന്നത് 5:30 5:30 ട്രെയിനായിരുന്നു. നമ്മളൊരു 4-4:30 ആയപ്പോ സ്റ്റേഷനിലോട് നടന്ന്, കാരണം നമുക്ക് നോമ്പ് സർവത്ത് കുടിക്കാനുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതും ട്രൈ ചെയ്യണത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എന്റെ സർബത്ത് ഞാൻ ചേച്ചിമാരിക്ക് കൊടുത്ത്, കാരണം എനിക്ക് എന്തൊക്കെ തേങ്ങ കരിക്ക് അതൊന്നും ഇഷ്ടമില്ല. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ സുഖം തോന്നിയില്ല. അത് കഴിഞ്ഞ് നമ്മള് നേരെ പത്മനാഭനെയും കണ്ട് നേരെ ട്രെയിനിൽ കയറിയപ്പോ എല്ലാവരും നല്ല ഉറക്കം എന്ന് പറഞ്ഞാലേ നല്ല ചത്ത കിടന്നുറങ്ങണായിരുന്നു. എല്ലാവരും ഉറങ്ങണായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവരും ഉറക്കുന്നത് കോമഡി ആയിരുന്നു ട്രെയിനിൽ. കാരണം നമുക്ക് തിരിച്ചു വരുന്ന ട്രെയിൻ നമ്മൾ ബുക്കിംഗ് ആയിരുന്നില്ല, ലോക്കലാണ് എടുത്തത്. അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ എറണാകുളത്ത് എത്തിയപ്പോൾ നമുക്കൊരു സ്വർഗം നമുക്ക് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ കയറി. നമ്മള് ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുമെന്ന് പറയാൻ ഇവരൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ ആ കടക്കാരൻ എന്നെ തേച്ച് ഗൈസ്, മന്തി കാണിച്ച് ബിരിയാണിയാന്ന് പറഞ്ഞ് പറ്റിച്ച്. പക്ഷെ ഇത് പൊട്ട ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അടുത്ത വീഡിയോ ഇടാം.